ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. അച്ഛാ, സംഭവിക്കാൻ പാടില്ലാത്താണ് സംഭവിച്ച്. പക്ഷെ എന്തിനൊരു പരിഹാരം ഉണ്ടാവില്ലോ? ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ലേ? ഉണ്ട്, പരിഹാരമുണ്ട്. പക്ഷേ നിന്റെ ഭാഗത്തിൽ നിന്ന് വന്ന പിഴയായതിനാൽ നീ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അച്ഛാ, എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായാലും തെളിച്ചു പറയൂ. പരിഹാരമാർഗം അവൾ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല വൈദേഹി. പക്ഷേ ഒന്നുറപ്പാ, നിനക്ക് പ്രിയപ്പെട്ടത് എന്തെങ്കിലും നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പരിഹാരമായിരിക്കും ഇനി ഉണ്ടാവുക. വൈദേഹി, ഈ നിമിഷം ഇവിടെ മുമ്പിൽ വെച്ച് എനിക്ക് നീ വാക്കുത, എന്ത് കാര്യമായാലും നീ അനുസരിച്ചോളാംന്ന്. നിനക്ക് പ്രിയപ്പെട്ട എന്തിനെ ആയാലും വിട്ടുകൊടുക്കാന്ന്. അച്ഛൻ പറഞ്ഞു കേട്ടപ്പോൾ വൈദ്യ ഒരു നിമിഷം ആലോചിച്ചിരുന്നു. തനിക്ക് പ്രിയപ്പെട്ട് വിട്ടുകൊടുക്കണമെന്നും. അതെന്താ അങ്ങനെ? ആലോചിച്ച് നിൽക്കാൻ സമയമില്ല വൈദേഹി. പറ്റില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പറയൂ. അതിനവൾ വിധിക്കുന്ന ശിക്ഷ എന്ത് തന്നെയായാലും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. അത് പറഞ്ഞപ്പോഴേക്കും ഭൈരവനൊന്ന് പൊളഞ്ഞുപോയിരുന്നു. നെറ്റിയിൽ കൈവച്ച് അയാൾ നിലത്തേക്ക് ഇരുന്നു പോയി. വൈദേഹി പേടിയോടെ ആ പ്രതിമയുടെ നേർക്ക് നോക്കി. അവൾ അച്ഛനെ ശിക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. പാടില്ല, തന്നെ തെറ്റുകൊണ്ട് അച്ഛനൊന്നും സംഭവിക്കാൻ പാടില്ല. തനിക്ക് ഈ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട എന്ന് പറയാൻ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. ഒന്ന് തന്റെ അച്ഛനായ ഭൈരവനും, മറ്റേത് സിദ്ധുവും. സ്ത്രീകളല്ലാത്തതിനാൽ അവരൊരിക്കലും പരിഗണിക്കേണ്ടി വരില്ല. പിന്നെ ഞാനെന്തിനു പേടിക്കണം? വാക്ക് കൊടുക്കാൻ എന്തിനും മടിക്കണം? അച്ഛാ, വാക്ക് എന്ത് പരിഹാരമില്ല. ഈ വൈദ്യ ഒരു മടിയും കൂടാതെ അതിന് സമ്മതിച്ചിരിക്കും. എന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ് ഞാൻ തന്നെ തിരുത്തിക്കൊള്ളാം. തന്റെ മകൾ പറയുന്ന കേട്ടപ്പോൾ ഭൈരവന്റെ മുഖത്ത് ചിരി വിടർന്നു. അത്രയും നേരം ക്രോധത്തോടെ നിരുന്ന അച്ഛൻ പുഞ്ചിരിക്കുന്ന കണ്ടപ്പോൾ വൈദേഹിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഭൈരവൻ വൈദേഹിയുടെ കൈയും പിടിച്ച് പ്രതിമയുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. അവളുടെ തള്ളവിരൽ ആ പ്രതിമയുടെ കയ്യിലുണ്ടായിരുന്ന കുന്തത്തിന്റെ മേലെ വെച്ച് പിടിച്ചു. വൈദേഹി കണ്ണുകൾ അടച്ചിരുന്ന നേരം ഭൈരവൻ ആ വിരൽ ആ കുന്തത്തിലേക്ക് അമർത്തി. രക്തം ചീറ്റിയൊഴുകി. വേദന കൊണ്ട് പൊളഞ്ഞ് വൈദേഹിയുടെ കണ്ണുകളിൽ നിന്നും നീരൊഴുകിയിറങ്ങി. എന്നാൽ അവൾ കരയുകയോ ആ വിരലെടുത്ത് മാറ്റാനോ ശ്രമിച്ചില്ല. ആ രക്തം കൊണ്ട് ഭൈരവൻ പ്രതിമയുടെ മേൽ വരകൾ വരച്ചു കൊടുത്തു. ഇനി നീ പോയിക്കോ വൈദേഹി. 3 ദിവസം ഞാൻ ജലപാനം പോലും ഇല്ലാതെ ഇവിടെ തന്നെയായിരിക്കും. 3ാമത്തെ ദിവസം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. തറവാട്ടിലും ഞാൻ നാട്ടിൽ പോയി വന്നിട്ടില്ലെന്നുള്ള കള്ളം നിന്നെ ആവർത്തിച്ചാൽ മതി. ശരി അച്ഛാ. അച്ഛനെ ഒന്ന് തൊട്ടു തൊഴുത് വൈദേഹി മുറികളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പഴയതുപോലെ വാതിലടച്ച് കുറ്റിയിട്ട് അതിനെയും പുറത്തേക്കുള്ള വാതിൽ തുറന്നു. അതും ആദ്യത്തെ പോലെ തന്നെ അടച്ച് വീടിനുള്ളിലേക്ക് നടന്നു. എന്തിനെന്നറിയാതെ അവിടെ മനസ്സപ്പോൾ വല്ലാതെ കലുഷിതമായിരുന്നു. മോളെ, വൈദേഹി മോളെ. അടുക്കള പുറത്തുനിന്ന് ആരോ വിളിക്കുന്നു. വൈദേഹി ചെന്ന് നോക്കുമ്പോൾ സുജാത ഒരു തട്ട് പാത്രവും പിടിച്ച് നിൽക്കുകയാണ്. വൈദേഹി സുജാതയെ കണ്ടപ്പോൾ ദേഷ്യം ഇരച്ചു കയറി. ഓരോ ആളുമാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ ബാക്കിയുള്ളവരാണ് പെട്ടു നിൽക്കുന്നത്. ഇവൾക്ക് ഇതുവല്ലോ അറിയണോ? മോളെ, അച്ഛനിവിടെ ഇല്ലല്ലോ. മോൾക്ക് ഒറ്റക്കായിട്ട് ഭക്ഷണം ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞ തറവാട്ടമ്മ പ്രാർത്ഥന കൊടുത്തയച്ച. ഉച്ചക്കുള്ള ഇങ്ങോട്ട് കൊണ്ടുവരണോ അതോ മോൾ അങ്ങോട്ട് വരുമോ? നിങ്ങളുടെ ഒരു തറവാട്ടമ്മയും പ്രാതലും മര്യാദയ്ക്ക് മുമ്പിൽ നിന്ന് എടുത്തുകൊണ്ടേക്കോ. വൈദേഹിയുടെ പെട്ടെന്നുള്ള ദേഷ്യം കണ്ട് സുജാത പകച്ചുപോയി. അവരൊന്നും മിണ്ടാതെ തിരിച്ചു പോകാനിറങ്ങിയപ്പോഴാണ് വൈദേഹിക്ക് കമലയുടെ കാര്യം ഓർമ്മ വന്ന്. സുജാതയോട് കാര്യമായിട്ടൊന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും വിവരം അറിയാൻ പറ്റിയേക്കും. എടി സുജാതെ, നീയും നിന്നേ. പറമ്പിന്റെ അതിരുവരെത്തിയ സുജാത വൈദേഹിയുടെ വിളിയേട്ട് തിരിച്ചാണെന്ന്. അവിടെ അമ്മയേക്കാൾ പ്രായമുണ്ട് എനിക്ക്. അവള് വിളിക്കുന്ന കേട്ടില്ലേ എടിയെന്ന്. കുറെ പഠിപ്പുണ്ടായിട്ട് എന്ത് കാര്യമുണ്ട്? വായിന്ന് വരുന്ന കേട്ടാനുണ്ടല്ലോ. പെരുവിരുത്തുകൊണ്ടാണ് സുജാത വൈദേഹിയുടെ അടുത്തേക്ക് ചെന്ന്. എന്തേ മോളെ? എന്തായാലും അമ്മമ്മ കൊടുത്തയച്ചല്ലേ, അതിങ്ങോട്ട് തായോ. എടി, പിന്നെ ആ കമലില്ലേ, അവളുടെ കെട്ടിയവൻ ആൾ എത്രക്കാരനായിരുന്നു? ഈ കുട്ടികളില്ല എന്ന് പറഞ്ഞുള്ള കാരണം മാത്രമാണോ അവൾ ഉപേക്ഷിച്ച്? ആവോ, എനിക്കറിയില്ല. സുജാത വലിയ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞപ്പോൾ വൈദേഹിക്ക് അത്ര പിടിച്ചില്ല. പക്ഷെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇവള് വെറുപ്പിച്ചു വിട്ടാലും പറ്റില്ല. എടി സുജാതെ, നീ ഇങ്ങോട്ട് ഇരിക്കേ. നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണം? സിദ്ധു ചെന്നൈയിൽ നിന്നുകൊണ്ട് എന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ട് ഇവിടെ, ഞാൻ എടുത്തോണ്ട് വരാം. വൈദേഹി അതും പറഞ്ഞു ഓടിയപ്പോൾ സുജാത താടിക്ക് കൈ കൊടുത്ത് നിന്നു. ഇത് എന്ത് സ്വഭാവമായി ഈ പെണ്ണിന്റെ? നേരത്തെ കടിച്ചു കീറാൻ നിൽക്കുമായിരുന്നു, ഇപ്പതാ എന്തോ കുടിപ്പിക്കാൻ നിൽക്കുന്നു. ആ, എന്തെങ്കിലും ആവട്ടെ. സുജാത തറയിലേക്കിരുന്നു. അപ്പോഴേക്ക് ഒരു കുപ്പിയിൽ ചുവന്ന നിറത്തിലുള്ള എന്തോ ദ്രാവകവുമായി സുജാത വൈദേഹിയുടെ അടുത്തേക്ക് വന്നു. മുന്തിരി കൊണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ സാധന, നീയൊന്ന് കുടിച്ചു നോക്ക്. ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ദ്രാവകം പറത്തി വൈദേഹി സുജാത കൊടുത്തു. ഒരിറക്ക് കുടിച്ചപ്പോൾ തന്നെ സുജാതക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അത് കുടിച്ചു തീർന്ന് വൈദേഹി രണ്ടാമത് ഒഴിച്ചു കൊടുത്തപ്പോൾ സുജാതക്ക് വൈദേഹിയുടെ ഇത്തിരി ഇഷ്ടമൊക്കെ തോന്നി. എടി, ആ പെണ്ണിനെ എന്തിനാണ് കെട്ടിയാവോ ഉപേക്ഷിച്ച്? എൻ്റെ മോളെ, ആ പെണ്ണൊരു പാവം പിടിച്ചതായിരുന്നു. അവളെ കെട്ടിയ ചെക്കൻ വലിയ കാശുള്ളിടത്തേ ആയിരുന്നു. പണക്കാരൻ്റെ ആലോചന വന്നപ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നു. പിന്നെ അവളെ കാണാൻ ഇത്തിരി ഭംഗിയൊക്കെ ഉണ്ടായതിനാൽ അതുകൊണ്ടായിരിക്കും എല്ലാവരും വിചാരിച്ചു. പിന്നെ ആങ്ങളെ ചെറുക്കാൻ വയ്യാത്തതല്ലേ, അതും കൂടുതൽ തിരക്കാനൊന്നും നിന്നില്ല. അവളെ അങ്ങ് കെട്ടിച്ചു കൊടുത്തു.
കെട്ടി കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ചെറുക്കിന് മനസ്സിന് നല്ല സുഖമില്ലാത്രേ. എന്നാലും ആ പാവം പെണ്ണ് അവിടെ പിടിച്ചിരുന്നു. തീരെ പറ്റാതായപ്പോഴാ അതവിടെ നിന്നും പോന്ന്. സ്വന്തം ഇഷ്ടത്തിന് പോകുന്നതൊന്നല്ല. ദേഹോപദ്രവം തുടങ്ങിയപ്പോൾ ആ ചെക്കൻ്റെ അച്ഛൻ തന്നെയാണ് കൊണ്ടുവിട്ടത്. അതിനെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യുന്നുണ്ടപ്പോൾ ഇത്തിരി മനുഷ്യപ്പറ്റിയുള്ള അങ്ങേരെ അവളെ വീട്ടിൽ കൊണ്ടുവിടുകയായിരുന്നു. എന്നിട്ടോ അവളുടെ ചെക്കൻ്റെ വീട്ടുകാർ തന്നെ നാട് മുഴുവൻ പറഞ്ഞു വരുത്തി അവൾക്ക് പ്രസവിക്കാൻ പറ്റില്ല എന്ന്. അവൾ ആരും ഇനി കെട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തതാ ദുഷ്ടന്മാർ. ഇനിയിപ്പോൾ ഒരുത്തൻ്റെ കൂടെ പോയിട്ടുണ്ടല്ലോ, ഇനിയെങ്കിലും സുഖമായിട്ട് ആ പെണ്ണ് ജീവിക്കട്ടെ. പാവം. വൈദേഹിക്ക് ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. ആ ചെക്കന് സുഖമില്ലാത്ത കാരണം അവർ തമ്മിൽ ശാരീരിക ബന്ധമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. മോളെ, ആ വെള്ളം ഇത്തിരി കൂടി തരുമോ? നല്ല രസമുണ്ട്. സുജാത വീണ്ടും കൊതി പിടിച്ച് ചോദിച്ചു. വെള്ളമൊരു മണ്ണാങ്കട്ടിയില്ല, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. നീ എന്തിനാടി കള്ളം പറഞ്ഞ ആ പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്ത്? വൈദേഹി പരിസരം പറഞ്ഞ് ഉറക്കിയാലറി. ഇവൾക്ക് ഇത് എന്ത് ഭ്രാന്താണെന്ന് പറഞ്ഞ സുജാത വൈദേഹിയെ നോക്കി. സുജാത അറിയാതെ തന്നെ നിലത്തുനിന്ന് എഴുന്നേറ്റു. കുഞ്ഞെ, അതിനിപ്പോൾ എന്തുണ്ടായി? അവള് നന്നായിട്ട് ജോലി ചെയ്യായിരുന്നല്ലോ, പിന്നെ ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചു. പിന്നെ അവളുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ കാരണമൊക്കെ അവിടെ പറയേണ്ട കാര്യമൊക്കെ ഉണ്ടോ? നാട്ടിലെല്ലാവരും അറിയുന്ന ഈ കാരണം തന്നെയാണ്. അതും അടുക്കള ജോലിയും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ. പിന്നെ മോളെന്തിനാ ഇങ്ങനെ കിടന്നതിനെ ചീത്ത പറയുന്നത്? സുജാത തന്നോട് എതിർപ്പിന്റെ സ്വരത്തിൽ സംസാരിച്ച വൈദേഹിക്ക് തീരെ പിടിച്ചില്ല. അവൾ സുജാതയുടെ മുടിയിൽ പിടിച്ച് മുറ്റത്തേക്ക് ഒരു തള്ളു തള്ളി. കമിഴ്ന്നടിച്ച് വീണ സുജാത അവിടെ കിടന്ന് കരഞ്ഞു തുടങ്ങി. തന്നെ എന്തിനാണ് വൈദേഹി ഉപദ്രവിക്കുന്നതെന്ന് അവർക്ക് ഒട്ടും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എടി, നിന്റെ അഭിനയം എന്റെ അടുത്ത് വേണ്ട, എഴുന്നേറ്റ് പോടി. വൈദേഹിയുടെ രൂപവും ഭാവമൊക്കെ കണ്ട് സുജാതയ്ക്ക് എഴുന്നേറ്റ് അവിടുന്ന് ഓടണമെന്നുണ്ടായിരുന്നെങ്കിലും ആ വീണതിന്റെ ശക്തിയിൽ അവർക്ക് അവിടുന്ന് എഴുന്നേൽക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. സുജാത എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവളെ ഇനി ആക്രമിക്കാനായി ഒരായുധത്തിനായി വൈദേഹിയുടെ കണ്ണുകൾ അവിടെയൊക്കെ പാഞ്ഞു. കാലത്ത് നല്ല പണിയുള്ള സമയമാണ്. സുജാതയാണ് അടുക്കളയിലെ പ്രധാന ജോലിക്കാരി. വൈദേഹിയുടെ വീട്ടിലേക്ക് പോയിട്ട് കുറെ നേരമായിട്ട് കാണാത്തതിനാൽ അവരെ അന്വേഷിച്ചിറങ്ങിയതാണ് മറ്റൊരു ജോലിക്കാരിയായ ലളിത. അവരൊന്നപ്പോൾ കണ്ട കാഴ്ച തേങ്ങ പൊളിക്കുന്ന കുറ്റിയുമായി സുജാതയെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന വൈദേഹിയാണ്. സുജാതയാണെങ്കിൽ ഉറക്കെ അലറി കരയുന്നുണ്ട്. അയ്യോ ചേച്ചി, ഒന്നും ചെയ്യല്ലേ മോളെ, എന്തീ കാണിക്കുന്നത്? ലളിത ഓടി വന്ന് കിടക്കുന്ന സുജാത എങ്ങനെയോ വലിച്ചുപൊക്കി എഴുന്നേൽപ്പിച്ചു. മര്യാദയ്ക്ക് ഇവിടെയും കൊണ്ട് ഇവിടുന്ന് പൊക്കോ, അല്ലെങ്കിൽ രണ്ടിനെ ഞാൻ കൊല്ലും. കുറ്റിയും പൊക്കി പിടിച്ച് ഉറക്കെ അലറുന്ന വൈദേഹിയെ കണ്ടപ്പോൾ തിരിച്ചൊന്ന് പറയാൻ കൂടി ശക്തിയില്ലാതെ ലളിത എങ്ങനെയോ സുജാതയെ വലിച്ചഴിച്ച് തറവാട്ടിലേക്ക് കൊണ്ടുപോയി. കയ്യിലുള്ള കുറ്റി വലിച്ചെറിഞ്ഞ് കിതച്ചുകൊണ്ട് വൈദേഹിയും അകത്തേക്ക് കയറിപ്പോയി. കൊല്ലേണ്ടതായിരുന്നോളെ, വഞ്ചകി. ഹാളിലെ വലിയ സെറ്റിലേക്ക് അമർന്നിരുന്നുകൊണ്ട് വൈദേഹി പിറുവിറുത്തു. അപ്പോഴും അവിടെ കലി അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കയ്യാകെ കുത്തിവിങ്ങിയുള്ള വേദന. ആ കുന്തത്തിൽ വിരലമർത്തി നല്ല മുറിവ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ആ വഞ്ചകി കാരണമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണുകൾ നേരെ ഷോക്കേസിന്റെ സൈഡിലേക്ക് പോയി. അവിടെ ഒരാൾ പൊക്കം വലിപ്പത്തിൽ വലിയൊരു ഫോട്ടോ തൂക്കിയിട്ടിട്ടുണ്ട്. തന്നെയും സിദ്ധുവിന്റെയും ഫോട്ടോ. കഴിഞ്ഞ പിറന്നാളിന് അവന് നിർബന്ധത്തിന് വഴങ്ങി സ്റ്റുഡിയോയിൽ പോയി എടുത്തതാണ്. വയലറ്റ് നിറത്തിലുള്ള പട്ടുസാരി അണിഞ്ഞ താനും തന്റെ വസ്ത്രത്തിനോട് ചേരുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ സിദ്ധു. അവൾ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. പുഞ്ചിരിക്കുന്ന സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് എത്ര നോക്കിയിട്ടും അവൾക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. അവൾ എൻ്റെ കവിളിലായി തഴുകി. ഇന്ന് നീ പോകുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇന്നലെ നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ പോയത് കാരണം എനിക്ക് ഇന്ന് നിന്നെ കാണാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഈ ലോകത്ത് അച്ഛനോളം തന്നെ തൻ്റെ മനസ്സിലുള്ളവനാണ് സിദ്ധു. ചിലപ്പോൾ അവൻ്റെ സ്ഥാനം അച്ഛനേക്കാൾ ഒരു പടി മുന്നിലായിട്ട് വരും. ഒരു പരി കൂടെ കഴിഞ്ഞാൽ താനും അച്ഛനും ഒന്നുകൂടി അജയരാവും. ശക്തികൾ തങ്ങളിൽ അനുഗ്രഹം ചെയ്യും. പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഭൂമിയിൽ തങ്ങളോട് എതിരിടാൻ പിന്നെ ആർക്കും സാധിക്കില്ല. കമലയുടെ ബലിക്ക് ശേഷം തങ്ങളുടെ കല്യാണം നടത്തിത്തരാമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നതാ. പക്ഷെ ആ ബലി പൂർണ്ണമായും പരാജയപ്പെടുകയാണ് ചെയ്ത്. ഇനിയിപ്പോൾ പരിഹാര നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഒരു ബലി കൂടെ ചെയ്താലേ തങ്ങളുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതിന് ഇനി എത്ര നാൾ കാത്തിരിക്കണം? എൻ്റെ ജീവനാണ് സിദ്ധു. ആ ഫോട്ടോ നോക്കി വൈദേഹി പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഫോട്ടോയുടെ നെഞ്ചിലേക്കായി ചേർന്ന് നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് അന്നേരം കണ്ണീര് ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. എന്തിനാണെന്നറിയാത്ത ഒരു അസ്വസ്ഥത അവളെ അന്നേരം പൊതിഞ്ഞിരുന്നു. തറവാട്ടമ്മയ്ക്കുള്ള പാൽക്കഞ്ഞി മുറിയിലേക്ക് കൊണ്ടുപോകുന്ന നേരമാണ് രേണുക പുറത്തുനിന്ന് ഒരു കരച്ചിലും വിളിയും കേട്ടത്. എന്താ രേണുക അവിടെ? അറിയില്ലമ്മേ, ഞാനും ചെന്നോകട്ടെ. സുജാതയാണെന്ന് തോന്നുന്നു. രേണുക അതും പറഞ്ഞ് പുറത്തേക്ക് കിടന്നപ്പോൾ തറവാട്ടമ്മയെ വേച്ച് അവിടെ പിന്നാലെ പോയി. അയ്യോ, ഇതെന്തു പറ്റി? എൻ്റെ പൊന്ന് രേണുകേച്ചി, ആ പെണ്ണ് ചെയ്ത പണിയാ. ഞാൻ അങ്ങോട്ട് ചെന്നില്ലാണെങ്കിൽ ഇതിനെ അവൾ അവിടെ ഇട്ട് കൊന്നേനെ. നിങ്ങൾ ആരുടെ കാര്യം പറയുന്നത്? ഒന്ന് തെളിച്ചു പറ. ഇവിടുത്തെ കൊച്ചുമോളിലെ വൈദേഹി, അവളുടെ കാര്യം പറഞ്ഞ്. വൈദേഹിയോ? അവളെന്തിനിങ്ങനെ ചെയ്തു? വൈദേഹിയുടെ പണ്ടേ അത്ര താല്പര്യമില്ലാതിരുന്ന രേണുകയുടെ മുഖം അത് കേട്ടപ്പോൾ കൂർത്തു. എനിക്കറിയില്ല ചേച്ചി. ഞാൻ ചെല്ലുമ്പോൾ സുജാത ചേച്ചി നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. തേങ്ങ ഒളിക്കുന്ന കുറ്റിയോണ്ട് ഇതിനെ തല്ലാൻ ഓങ്ങിയായിരുന്നു ആ പെണ്ണ്. സുജാത, എന്താ ഉണ്ടായത്? പേടി തട്ടിയ പോലെ ഇരിക്കുന്ന സുജാതയോട് രേണുക ചോദിച്ചു. എനിക്കറിയില്ല മോളെ. തറവാട്ടമ്മ പറഞ്ഞിട്ട് അതിന് ഇത്തിരി ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ പോയതാ ഞാൻ. ആദ്യമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് എന്നെ ഓടിച്ചു വിട്ടു. അതുകൊണ്ട് തിരിച്ചിറങ്ങി പോന്നപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു. പിന്നെ എന്തോ കുടിക്കാനൊക്കെ തന്ന് വിശേഷമൊക്കെ ചോദിച്ചു. അതിനിടയ്ക്ക് ആ കമലയുടെ കാര്യം എടുത്തിട്ടു.
അതിന് അതിൻ്റെ ഭർത്താവ് ഒഴിവാക്കാനുള്ള ശരിക്കുള്ള കാരണം ഞാനിവിടെ അറിയിച്ചില്ലെന്നും പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം കയറി. അടുക്കള ജോലിക്ക് വന്ന കമലയുടെ കല്യാണ വിശേഷമൊക്കെ എന്തിനാ ഇവിടെ പറഞ്ഞു വെക്കുന്നത്? അവൾ അടുക്കള ജോലി എടുക്കാനല്ലേ കൊണ്ടുവന്ന്, അല്ല ഇവിടുത്തെ ആർക്കും കല്യാണം ആലോചിക്കാനല്ലോ. അവളിതിനെ വേണ്ടാത്ത കാര്യം അന്വേഷിക്കുന്നത്? രേണുക ചോദിച്ചപ്പോൾ സുജാത കൈമളത്തി കാണിച്ചു. ആവോ കുഞ്ഞെ, എനിക്കൊന്നും അറിയത്തില്ല. ഞാനെങ്ങനെ ചോദിച്ചതിന് എന്നെ പിടിച്ച് മുറ്റത്തേക്ക് ഉന്തി. എന്നിട്ടും ദേഷ്യം തീരാതെയാ ആ കുറ്റിയെടുത്ത് എൻ്റെ തല തല്ലി പൊളിക്കാൻ വന്ന്. അപ്പോഴേക്ക് ഇവള് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഇവൾക്കിത് എന്ത് ഭ്രാന്ത? രേണുക ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും തറവാട്ടമ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു. രേണുക പറഞ്ഞവർ വ്യക്തമായി കേൾക്കുകയും ചെയ്തു. രേണുകേ, നീ എൻ്റെ കുഞ്ഞിനെ കുറിച്ചാണ് ഈ പറയുന്നത്? തലയിരിക്കുമ്പോൾ വാലാടണ്ട, അനാവശ്യ വർത്താനങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ. താക്കീതിന്റെ സ്വരത്തിൽ തറവാട്ടം പറഞ്ഞപ്പോൾ രേണുക എന്തോ പിറിവിരുത്തുണ്ടാകത്തേക്ക് കയറിപ്പോയി. കാര്യങ്ങളൊക്കെ നേരത്തെ അവർ പറഞ്ഞു കേട്ടതിനാൽ തറവാട്ടമ്മ കൂടുതൽ അവരോട് ചോദിക്കാനും പറയാനും നിന്നില്ല. ഇനി നിങ്ങൾ ഇതെന്ത് നോക്കി നിൽക്കുക? അടുക്കളയിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ പോയി നോക്ക്. ചെല്ല്, കിട്ടിയ നേരെ എന്തെങ്കിലും കൊതിയെന്നുണയും പറഞ്ഞിരുന്നോളൂ. തറവാട്ടമ്മ സുജാതയിൽ എഴുതിയെ അവിടുന്ന് ഓടിച്ചു വിട്ടു. അവരങ്ങനെ പറഞ്ഞയച്ചെങ്കിലും വൈദ്യയോട് ഈ സംബന്ധപറ്റി ചോദിക്കണമെന്ന് അവർ വിചാരിച്ചിരുന്നു. മേഘക്ക് അന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ഷോപ്പിലുണ്ടാക്കി വെക്കാനുള്ള കൂടാതെ 2 ഓർഡറുകൾ നേരത്തെ എത്തിയും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു. സ്പോഞ്ചൊക്കെ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കൂടെ ചെയ്തെടുത്താൽ മതി. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. പക്ഷേ എല്ലാറ്റിലും നല്ല ശ്രദ്ധ ചെലുത്തണം. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ എല്ലാം കഴിയും. തിരക്ക് പിടിച്ച ജോലിയായിരുന്നുവെങ്കിലും മേഘ വളരെ ഉത്സാഹവതിയായിരുന്നു. പിറ്റേന്ന് ജീവനെത്തും. അത് വെറുതെ ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു എനർജി നിറയുന്ന പോലെയാണ്. അല്ലെങ്കിൽ ദിവസങ്ങൾ ഓടി ഓടി പോകുന്ന പോലെയാണ്. ജീവൻ വരുന്ന അറിഞ്ഞാൽ പിന്നെ ദിവസം ഒട്ടും പോകാത്ത പോലെയാണ് തോന്നുന്നത്. ഇതിപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങിയിട്ട് തന്നെ എത്ര നേരമായി? ഇപ്പോൾ ഇതാ ഉച്ച കൂടെ ആയിട്ടില്ല. ഇനി നാളെ വൈകുന്നേരം വരെ കാത്തിരിക്കണം. നാളെ എത്തിയാൽ തന്നെ നാളെ കാണാൻ പറ്റുമെന്ന് ഉറപ്പില്ല. വൈകുന്നേരമാണ് ജിനിയൊക്കെ പോകുമെന്ന് പറഞ്ഞ് അവർ പോയി തിരിച്ചെത്തുമ്പോഴേക്കും എന്തായാലും രാത്രിയാവും. ദൂരയാത്ര കഴിഞ്ഞു വരുന്നതിനാൽ ജീവന് നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പോൾ തന്നെ വീട്ടിലേക്ക് രാത്രി തന്നെ വരുമെന്ന് തോന്നില്ല. പിന്നെയുള്ളൊരു വഴി വന്നാലുടൻ അവരുടെ വീട്ടിൽ പോയി ജീവേടനെ കാണുകയാണ്. ജീവനെ കാണുന്ന കാര്യം ഓർത്തപ്പോൾ തന്നെ മേക്ക് വല്ലാത്ത നാണം തോന്നി. എടി പെണ്ണെ, നീ എൻ്റെ കമ്പനി പൂട്ടിക്കോ? എന്താലോചിച്ച് നിൽക്കുക? ഡിസൈൻ ചെയ്യുന്ന കോണും കയ്യിൽ പിടിച്ച് ആലോചിച്ച് നിൽക്കുന്ന മേഘയുടെ കവളിൽ ഹസ്ന വന്ന് നുള്ളിക്കൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നില്ല ഹസ്നത്ത, ഞാൻ വെറുതെ ഓരോന്ന്. ചമ്മിയ ചിരിയോടെ നന്ദന കേക്കിൽ തന്നെ ജോലി തുറന്നു. പിന്നെ വൈകുന്നേരം വരെ നിന്ന് തിരിയാൻ പറ്റാത്ത തരത്തിലുള്ള ജോലിയായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അടുക്കളയിൽ നിന്ന് എന്തോ പൊരിക്കുന്നതിൻ്റെ നല്ല ഗന്ധം വരുന്നു. ബാഗ് പോലും മാറ്റിവെക്കാതെ നേരെ അങ്ങോട്ടേക്കാണ് ചെന്ന്. അമ്മ കായ വറുക്കുകയാണ്. ഒരു പാത്രത്തിൽ കുറേയധികം വറുത്തിട്ടുണ്ട്. അരികിൽ തന്നെ അമ്മുവും അപ്പവും സഹായിക്കാൻ വലിയ ഉപദ്രവം ഉണ്ടാക്കി നിൽക്കുന്നുണ്ട്. ഇതെന്തിനാമേ ഇത്രയധികം? ചിപ്സ് ഒരു കൂമ്പാരം പോലെ കിടക്കുന്ന കണ്ടപ്പോൾ അവളൊരു കൗതുകത്തോടെ തിരക്കി. നാളെ ജീവൻ വരുമല്ലേ, അവനിത് വലിയ ഇഷ്ടമാണ്. സുമതി ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നില്ല. നാട്ടിൽ വന്നാൽ ഇഷ്ടം പോലെ തിന്നോട്ടെ. മേഘമോളെ, നീയും കൂടെ എന്നൊന്ന് വന്ന് സഹായിക്ക്. ചെല്ലി ചിപ്സ് ഉണ്ടാക്കി കൊടുത്ത് ജീവന്റെ ഹൃദയത്തിലോട്ട് കയറ്. അമ്മ പറഞ്ഞപ്പോൾ അടുക്കളയിൽ കൂട്ടച്ചിരി ഉയർന്നു. മേഘ നാണിച്ച് മുഖം താഴ്ത്തി നിന്നു. ചിപ്സ് കൂടാതെ അമ്മയുടെ കൂടെ നിന്ന് ജീവന് ഇഷ്ടമുള്ള മറ്റു പലഹാരങ്ങളും കൂടെ മേഘ ഉണ്ടാക്കിയെടുത്തു. ഇടയ്ക്ക് ജിനി അങ്ങോട്ടേക്ക് വന്നു. മേഘയോട് നാളെ എന്തായാലും ലീവ് എടുക്കാനും ജീവനെ വിളിക്കാൻ പോകാൻ കൂടെ വരാനും ജിനി നിർബന്ധിച്ചെങ്കിലും മേഘ സമ്മതിച്ചില്ല. ഇല്ല ജിനി, ഞാൻ വരില്ല. ഇത്രയും സമയമായിട്ട് ജീവനെ ഒന്ന് വിളിക്കാനോ വരാൻ പറയാനോ തോന്നിയില്ലല്ലോ. അത്രയ്ക്ക് ചാടയാണെങ്കിൽ എനിക്കും ചാടയാ. ഞാൻ വരില്ല. എന്തായാലും ഇവിടേക്കല്ലേ വരുന്നത്, വരുമ്പോൾ കണ്ടോളാം. ഈ ചേച്ചിയുടെ ഒരു തമാശ. ജിനി മേഘയുടെ കയ്യിൽ പതുക്കെ ഒന്ന് അടിച്ചു. തമാശയൊന്നുമില്ല, കാര്യമായിട്ട് തന്നെയാ. വിളിക്കണ്ട, പോട്ടെ. ഒരു മെസ്സേജെങ്കിലും അയച്ചിടാലോ. മെസ്സേജ് ആക്കാൻ മാത്രം സമയമില്ലാത്ത എന്ത് തിരക്കാണ് അവിടെ. ഇങ്ങനെ വിട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ആയി ശരി ചേച്ചി, ഇപ്പോൾ വരാനായത് കാരണം ഇവിടെ മിനിറ്റ് വെച്ച് അച്ഛനെയും അമ്മയും ഓരോ കാര്യങ്ങളും പറഞ്ഞ് വിളിക്കും. ചേച്ചി അതുപോലെ ഒരു തവണയെങ്കിലും വിളിച്ചാലെന്താ? നാളെ ചേച്ചിയും കൂടെ വരുന്നുണ്ടെന്ന് കരുതിയായിരിക്കും ചേട്ടൻ ഇരിക്കുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ കൂടെ ചേച്ചിയില്ലാന്ന് മനസ്സിലാകുമ്പോൾ ചേട്ടനൊന്ന് ചമ്മട്ടെ, അല്ലേ പിന്നെ. ജിനിക്കും മേഘയുടെ സംസാരം കേട്ട് ചേട്ടനോട് കുറച്ച് ദേഷ്യം തോന്നിയിരുന്നു. നല്ല സങ്കടം ഉണ്ടെങ്കിലും മേഘ അവരുടെ കൂടെ പോയില്ലെന്ന് തന്നെ ഉറപ്പിച്ചു. പിറ്റേന്ന് മേഘ കടയിൽ നിന്ന് വരുമ്പോൾ ഒത്തിരി വൈകിയിരുന്നു. ജീവന്റെ വീട്ടിലേക്ക് തലയിട്ട് നോക്കിയപ്പോൾ അവിടെ പുറത്ത് കാറ് കിടപ്പില്ല. അവർക്ക് ജീവേനെ വിളിക്കാൻ പോയിട്ടുണ്ടാവും. അവൾ നെടുവീർപ്പോടെ ഓർത്തു. അല്ലെങ്കിൽ ബെഡ് കാണുമ്പോൾ വീണ് കിടന്നുറങ്ങാറുള്ള മേഘ അന്ന് കിടക്കാനും ഉറങ്ങാനോ നിന്നില്ല. കൂട്ടത്തിൽ അമ്മുവിനെയും അപ്പുവിനെയും ഉറക്കിയുമില്ല. വെട്ടവും ശബ്ദവും ഒക്കെ ഉണ്ടെന്നറിഞ്ഞാൽ ജീവനെത്തിയാൽ തന്റെ വീട്ടിലേക്ക് വരുമെന്ന് വിചാരിച്ചാണ് അവൾ അങ്ങനെ ചെയ്ത്. പെൺകുട്ടികൾക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് അവർ മേഘയുടെ കൂടെയിരുന്നു. പക്ഷെ രാത്രി ഒത്തിരി വൈകിട്ടും അവരെത്തിയില്ല. എടി പെണ്ണുങ്ങളെ, പോയി കിടന്നുറങ്ങാൻ നോക്ക്, അവൻ നാളെ ഇങ്ങോട്ടേക്ക് വരും. അവസാനം അമ്മ വന്ന് അവരെ ഓടിച്ചു വിടാൻ നോക്കി. അതിന് ജീവേട്ടനെ കാത്തിരിക്കുകയാണെന്ന് അമ്മയോട് ആരോ പറഞ്ഞ്? ഞങ്ങൾ വെറുതെ ഓരോ കഥകളും പറഞ്ഞിരുന്ന മേഘ എളുപ്പിയായി പറഞ്ഞു. ഓ, അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ. പോയി കിടന്നുറങ്ങാൻ നോക്കടി. അമ്മയുടെ സംസാരത്തിന് ടോൺ മാറി തുടങ്ങിയപ്പോൾ മൂന്നാളും പോയി കിടന്നു. കിടന്നപ്പോഴും മേഘ കാതുകൂർപ്പിച്ച് കിടക്കുകയായിരുന്നു. പുറത്തുനിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? അങ്ങനെ കാത്തിരുന്ന് നേരെ രാത്രിയായപ്പോൾ കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം ജനൽ വന്ന് പതിച്ചു.
മേഘ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി തൂണിൽ ചാരി സുമതി അപ്പച്ചിയുടെ വീട്ടിലേക്ക് നോക്കി നിന്നു. ഇരുട്ടായതിനാൽ കാഴ്ചകളൊന്നും ശരിക്കും വ്യക്തമല്ല. അവരുടെ വീടിന്റെ ഫ്രണ്ടിലെ കുഞ്ഞു ബൾബ് മാത്രമേ കത്തിക്കിടക്കുന്നുള്ളൂ. താനിങ്ങനെ നിൽക്കുന്നുണ്ട ചിലപ്പോൾ ജീവേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നേക്കുമെന്ന് അവൾക്ക് തോന്നി. കാറിന്റെ ഡോറുകൾ തുറക്കുന്നതിന്റെ അടക്കുന്നതിന്റെയൊക്കെ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. വീടിന്റെ ഉള്ളിലേക്ക് ജിനിയോ അപ്പച്ചിയോ കയറിപ്പോന്ന് മേഘ കണ്ടു. അവരുടെ പുറകെ രാഘവൻ മാമനും കയറി. കാർ ഓടിക്കുന്ന പയ്യനോട് എന്തോ സംസാരിച്ചുകൊണ്ട് ജീവനും അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ തന്നെ മുൻവശത്തെ വാതിൽ അടഞ്ഞു. ഒരു മിന്നായം പോലെ കണ്ടതേയുള്ളൂ. മേഘയ്ക്ക് വല്ലാത്ത നിരാശ തോന്നി. തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.